സുഹൃത്തുക്കളെ മൈ ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ താമരശ്ശേരി പൂനൂര് ചളിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം ഉദ്ഘാടനത്തിന് തയ്യാറായി നിൽക്കുന്ന ഫ്ലൈ ഹൈ സ്പോർട്സ് വിയർ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചോളൂ. കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് സ്റ്റിച്ചിങ് യൂണിറ്റുകളുണ്ട്. പല സ്ഥലത്തും നിങ്ങൾക്ക് ജേഴ്സി അടിച്ച് കിട്ടും, പല വിലക്ക് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ എന്നല്ല, പ്രധാനപ്പെട്ട ഷോപ്പുകളിലൊക്കെ ഉള്ളൊരു പ്രത്യേകത ഇവിടെയുമുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾക്ക് വില കുറച്ച് എവിടെന്നെങ്കിലും ജേഴ്സി അടിച്ച് തരാമെന്ന് ആരെങ്കിലും ഏതെങ്കിലും സ്ഥാപനം പറയുകയാണെങ്കിൽ 99% നിങ്ങൾ ഉറപ്പിച്ചോളൂ, ആ സ്ഥാപനത്തിൻ്റെ നിങ്ങൾക്ക് തരാൻ പോകുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി വളരെ വീക്കായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഉണ്ടോ ഇല്ലേന്ന് മനസ്സിലാക്കാനും കഴിയാത്ത രൂപത്തിൽ 180 മറ്റോ മെറ്റീരിയൽസ് ഈ സാധനത്തിലുണ്ട്. ഈ ജേഴ്സി സ്റ്റിച്ചിങ്ങിൽ വ്യത്യസ്ത GSM എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പല മെഷർമെൻറ്റും ഒക്കെ അവർ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ ഈസി ആയിട്ട് പറ്റിച്ച് വില കുറച്ച് ലോക്കൽ സാധനം നിങ്ങൾക്ക് തരാൻ പറ്റിയ ഒരു മേഖലയാണ് ഈ ജേഴ്സി സ്റ്റിച്ചിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഫ്ലൈ ഹൈ എന്ന് പറയുന്ന ഈ സ്ഥാപനം എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളുകളാണ്. ഒരുപാട് കാലമായിട്ട് കേരളത്തിലെ സ്പോർട്സ് മേഖലയിൽ കൃത്യമായ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള കായിക അധ്യാപകരായിട്ടുള്ള, അതുപോലെ തന്നെ സ്പോർട്സ് താരങ്ങളായിട്ടുള്ള സോഫ്റ്റ് ബോൾ, ബേസ്ബോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഗെയിമിലും നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പറ്റം യുവാക്കൾ ചേർന്നിട്ടാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയത്. സോ അവർക്കറിയാം ഒരു പ്ലെയർ ജേഴ്സി ധരിക്കുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റികൾ ഉണ്ടാവണം, എന്തൊക്കെയാണ് അവർ ജേഴ്സി ധരിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ മനസ്സിലായിക്കൊണ്ടാണ് പുതിയൊരു സ്ഥാപനത്തിന് ഇവർ തുടക്കം കുറിച്ചത്. ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇവിടെ നടക്കാൻ പോവാണ്. ഈ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെയൊക്കെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ അഭിമാന ഫുട്ബോൾ താരമായിട്ടുള്ള ഇന്ത്യൻ ഇൻ്റർനാഷണൽ അനസ് എടത്തൊടികയും, അതുപോലെ തന്നെ നമ്മളെ വിന്നർ ടീമായിട്ടുള്ള കാലിക്കറ്റ് FC ചാമ്പ്യൻ താരം ഗനി നിഗം, ഇവർ രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. സോ അത് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടുത്തെ മെറ്റീരിയലൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ എല്ലാവരും എൻ്റെ കൂടെ വരിക. ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടേജ് ഇങ്ങനെ കാണുന്നത് നോക്കണ്ട. ഇതിൻ്റെ താഴെ വലിയൊരു ലോകം തന്നെ ഉണ്ട്. ഇവർക്ക് സ്റ്റിച്ചിങ്ങിന്, അതുപോലെ തന്നെ സബ്ലിമേഷൻ, ഫ്യൂസിങ്, അയണിങ്, പാക്കിങ്, ഇങ്ങനെ വ്യത്യസ്തമായ ഏരിയകളൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു കിടിലൻ സെറ്റപ്പ് ഇവർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം പ്രത്യേകം പറയാം, താമരശ്ശേരി പൂനൂരിനടുത്താണ് ഈ സ്ഥാപനമെങ്കിൽ കൂടി നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിന് മുന്നിലേക്ക് ഇവർക്ക് സാധനങ്ങൾ എത്തിച്ചു തരാൻ കഴിയും. ജസ്റ്റ് ഈ നമ്പറിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ ഡിസൈൻ ചെയ്ത് കാണിച്ച് തന്ന് അതിൻ്റെ ക്വാളിറ്റി അടക്കം നിങ്ങൾക്ക് ഉറപ്പ് തന്ന് അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ച് നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തന്നതിന് ശേഷമാണ് ഇവർ സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ അടിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ജേഴ്സി എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് കാണാം. ബാക്കിയുള്ള എന്തൊക്കെ സ്പോർട്സ് മേഖലയിൽ സ്പോർട്സ് വിയേഴ്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഇനാഗുറൽ ഫംഗ്ഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ലെറ്റ്സ് ഗോ. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട ഗസ്റ്റ് അനസ്കയും ഗനിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉദ്ഘാടനം നിങ്ങൾ കാത്തൊക്കെ ഒരു ഗിവ് അവേ കൂടി അനൗൺസ് ചെയ്യാനുണ്ട്. അതായത് നമ്മളൊരു ഗിവ് അവേ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു ഫ്ലൈ ഹൈൻ്റെ ഒരു ഗിവ് അവേ 3 അക്കാഡമികൾക്കുള്ള ഒരു ഫുൾ കിറ്റിൻ്റെ ഗിവ് അവേ തരാൻ പോവാണ് ഈ ഉദ്ഘാടനത്തിന് ശേഷം. ഓക്കെ, ഇത് ഉദ്ഘാടനം നടക്കണം കേട്ടോ. അപ്പോൾ അനസ്ക വന്ന സ്ഥിതിക്ക് അനസ്കാക്ക് ഒരു ജേഴ്സി ഇപ്പം തന്നെ അനസ്കാൻ്റെ പേരിലുള്ള ഒരു ജേഴ്സി പ്രിൻ്റ് ചെയ്തിട്ട് കൊടുക്കാമെന്നാണ് ഇവർ പറയുന്നത്. ഇത്ര പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളെ ജേഴ്സി ഇപ്പോൾ ഇവിടുന്നേ അതെന്തായാലും ജേഴ്സി ഇവിടുന്ന് ഡിസൈൻ ചെയ്ത് ഇപ്പം തന്നെ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് തരും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഡിസൈനിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. എന്താ ഡിസൈനിങ്. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ജേഴ്സി ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ പെട്ടെന്ന് തരാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. കാരണം കുറേ ആളുകൾ വിചാരിക്കുന്നത് ജേഴ്സി അല്ലെങ്കിൽ ഈ സ്പോർട്സ് വിയേഴ്സൊക്കെ എല്ലായിടത്തും കിട്ടാൻ ഒരുപാട് സമയം പിടിക്കുന്നതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് സ്പോർട്സ് വിയേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ അത് സ്റ്റിച്ച് ചെയ്യാനൊക്കെയുള്ള എല്ലാവിധ ഫെസിലിറ്റികളും മിക്കവാറും എല്ലാ സെൻറ്ററുകളിലും ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഇവരത് വളരെ കണിശമായിട്ട് ടൈം ബൗണ്ടഡ് ആയിട്ട് കൊടുക്കണം എന്ന് ഭയങ്കരമായ താല്പര്യവും നിർബന്ധമുള്ള ആളുകളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സന്തോഷം ഈ ഇനാഗുറേഷൻ വഴി വരാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഈ ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട് 3 അക്കാഡമികൾക്ക് ജേഴ്സി ഗീവ് അവേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്കി എന്തൊക്കെയാണ് പ്ലാൻ, എങ്ങനെയൊക്കെയാണെന്ന് ഒന്നുമില്ല. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ പേജും അതുപോലെ തന്നെ ഫ്ലൈ ഹൈൻ്റെ പേജും ഒന്ന് ഫോളോ ചെയ്യാം. മൈ ഗെയിമും അതുപോലെ തന്നെ ഫ്ലൈ ഹൈൻ്റെ പേജും. അതോടൊപ്പം ഈ വീഡിയോക്ക് അടിയിൽ നിങ്ങളൊരു കമൻറ്റും
അത്രേ ഉള്ളൂ. അതിന് സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ അക്കാഡമീൻ്റെ ജേഴ്സി കൊടുക്കും. ഗനിന്റെ പേരിലുള്ള ജേഴ്സി അടിക്കും. ഗനീൻ്റെ പേരിലുള്ള കൂട്ടാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്, അനസ്ക പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇനാഗുറേഷൻ്റെ ഭാഗമായി മാത്രമല്ല ഇവരിവിടെ വന്ന സന്തോഷത്തിലും കൂടിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമ്മളെ വീഡിയോസ് ലാസ്റ്റ് നാരായണ സാറ് കൂടെ വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മളെ കണ്ടന്റ് മെയിനായിട്ട് കുട്ടികൾക്കുള്ള ട്രയലാണ്. ഇന്ന സ്ഥലത്ത് ഇന്ന കാറ്റഗറിക്ക് ട്രയൽ നടക്കലുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ വ്യൂവേഴ്സിനോടൊരു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ആളുകളാണ് എൻ്റെ കൂടെ ഉള്ളത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. ഇവർ പറഞ്ഞു തരും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു സ്ഥാപനം സജസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്ഥാപനങ്ങളുമായിട്ട് എന്താണ് നിങ്ങൾക്കൊരു സ്പെഷ്യാലിറ്റി പറയാനുള്ളത്? ഇപ്പം അറിയാലോ, കേരളത്തിൽ ഒരുപാട് സ്റ്റിച്ചിങ് യൂണിറ്റുകളുണ്ട്, പിന്നെ മുക്കിന് സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളതിൽ കോംപ്രമൈസ് ചെയ്യാറില്ല. ഇപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഫാബ്രിക് മുതൽ നമ്മളെ ഇങ്കിൻ്റെ ക്വാളിറ്റി, ഈ യാൻ അല്ലെങ്കിൽ നൂലിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് പലരും ക്വാളിറ്റി കുറച്ചിട്ട് ചെയ്യുന്നത്, വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളതെപ്പോഴും ബെസ്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ മാർക്കറ്റ്. ശരി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ നമ്മൾ സെലീന അധികം നമ്മൾ കേൾക്കുന്നൊരു വേർഡാണ് സെലീന ക്ലോത്ത്. ഈ സെലീന ക്ലോത്തിൽ നമ്മൾ പല സ്ഥലത്ത് പല റേറ്റ് ചോദിക്കുമ്പോൾ പല സ്ഥലത്ത് റേറ്റ് ചോദിക്കുമ്പോൾ പല വില പറയാം. അപ്പോൾ ഒരേ മെറ്റീരിയലിന് എങ്ങനെയാണ് ഈ പല വിലക്ക് വിൽക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ അടുത്താണെങ്കിൽ സാധാരണ പല ചീപ്പായിട്ടുള്ള സാധനത്തിനേക്കാളും വില കൂടുതലും. ഇതിൽ ഒരു പ്രോഡക്റ്റ് പുറത്ത് വരുമ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ അതിൻ്റെ മുകളിൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്, അതർ ഓവർ ഹെഡ്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ആകെ തുകയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ്. പിന്നെ ആ ഒരു കമ്പനി എത്രയാണോ പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്യുന്നത്, പ്ലസ് അത് വെച്ചിട്ടാണ് ഏതൊരു പ്രോഡക്റ്റും പുറത്തിറങ്ങുന്നത് മാർക്കറ്റിലോട്ട്. ഇതിൽ നമുക്കിപ്പോൾ കോമ്പറ്റീഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ഇൻഡസ്ട്രിയിലും ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ കോംപ്രമൈസ് ചെയ്യും ഒന്ന്. ഓക്കെ, രണ്ടാമത് ചീപ്പ് ലേബേഴ്സിനെ അല്ല എന്ന് വെച്ചാൽ സെലീനിൽ തന്നെ ചീപ്പ് സാധനം ഉണ്ട്. അത് ഈ ഫീൽഡിലുള്ള ആൾക്കാർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം. ഈ സെലീന നമ്മളെ പോലത്തെ ആളുകൾക്ക് മനസ്സിലാവില്ല. അതില് പിന്നെ മെറ്റീരിയൽ എന്ന് പറയുമ്പോ ക്ലോത്ത് മാത്രമല്ല, ഇങ്ക് യൂസ് ചെയ്യുന്ന എടുത്ത പ്രശ്നം വരും. അപ്പോൾ കളറിൽ വ്യത്യാസം വരും, അങ്ങനൊക്കെ മാറ്റം വരും. നമ്മൾ തൊട്ടുനോക്കി തന്നെ ക്വാളിറ്റി അതാണ് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോയിലുള്ള കളർ വരാത്തത് അല്ലേ? ഫോട്ടോയിലുള്ള കളർ വരാത്തതിന്റെ മെയിൻ കാരണങ്ങളാണ് ഇങ്ക്. ഏറ്റവും കൂടുതൽ കംപ്ലൈൻസ് വരാറ് പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടാണ്, ഇത് നമ്മൾ പച്ച കൊടുത്തു പക്ഷേ ലൈറ്റ് പച്ചയായിപ്പോയി അല്ലെങ്കിൽ ഡാർക്ക് പച്ചയായിപ്പോയി. ഇപ്പോൾ എനിക്ക് അടുത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായത്, നമ്മൾ ഗുരുവായൂരപ്പൻ കോളേജ്, സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ്, അവിടുത്തെ പിള്ളേർക്ക് ജെയ്സി കൊടുത്തു പ്രാവശ്യം അവർക്ക് ഇൻ്റർ കോളേജിന് വേണ്ടി. എന്നെ വിളിച്ച് ഞങ്ങൾ കൊടുത്തത് അതേപോലെ വന്ന്. ഞാൻ ആദ്യം വിചാരിച്ചെന്താ അറിയോ, ഇവർ കുറ്റായിട്ടാണ് പറയുന്നതാ. പിന്നെ ഒന്നും കൂടി എന്താടാ അല്ലടാ കറക്റ്റാ വന്നതെന്ന് ഞാൻ അവരോട് അങ്ങോട്ട് പറഞ്ഞു പോയി. അപ്പോൾ ഒരു അല്ല കറക്റ്റാ വന്നത്. സാധാരണ അവർ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കൊടുത്തത് മഞ്ഞ കൊടുത്താൽ ഒന്നുകൂടി ഡാർക്ക് ആവും, അല്ലെ ലൈറ്റ് ആവും. നമ്മളത് അവർ പറയുന്നത് കളർ കറക്റ്റ് ആണെന്നാ. നമ്മൾ ഇങ്ക് കറക്റ്റ് യൂസ് ചെയ്താൽ കറക്റ്റ് കളർ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ലേബർ കോസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കില്ല് കുറഞ്ഞ ടൈലേഴ്സിനെ കൊണ്ടുവരാം. അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം സ്റ്റിച്ചിങ്ങിൽ പ്രശ്നം വരും. സ്റ്റിച്ചിങ് പെട്ടെന്ന് സ്റ്റിച്ച് പൊട്ടാൻ തുടങ്ങും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാം, അതേപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാം. ഇത് രണ്ടുമായ എല്ലാവരും കൺട്രോൾ ചെയ്യുന്നു. ആരും പ്രോഫിറ്റ് മാർജിൻ എന്തായാലും കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ഡിസൈനിങ് നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ചിലർ നേരിട്ട് ഫോട്ടോഷോപ്പ് നടത്തി ചെയ്യും. നമ്മളത് കറക്റ്റ് ഡിസൈൻ വരച്ചുണ്ടാക്കി നേരെ നല്ല ഫയലായിട്ട് തന്നെയാണ് പിന്നെ പ്രിന്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ വാട്ടർ മാർക്കൊക്കെ വരും. അപ്പോൾ എല്ലാ സ്ഥലത്തും ക്വാളിറ്റിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ വിലയിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല, അതുപോലെ തന്നെ ക്വാളിറ്റിയിലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. ഒരിക്കൽ നേരത്തെ മറ്റാൾ പറയുന്നു കേട്ടോ, നമ്മളെ പുതിയ കസ്റ്റമേഴ്സ് വരുന്നത് ഓൾറെഡി നമ്മുടെ അടുത്ത് വാങ്ങിയ ആളുകൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ്, അല്ലാതെ വരുന്നില്ല. സാധാരണ ഈ ചീപ്പായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ടുണ്ട്, പിന്നീട് ഓലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് വീണ്ടും അത് മാത്രമല്ല, പിന്നെ കൂടാതെ ഇന്നലെ ഒരു കസ്റ്റമർ വിളിച്ചായിരുന്നു, ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഡെലിവറി ചെയ്തല്ല, എന്നിട്ട് ആ കസ്റ്റമർ ഇതാരാ നിങ്ങളത് ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞ് പിന്നെ അവരുടെ സർവീസ് അടിപൊളിയാണെന്ന്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, പണ്ട് മുതലേ നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കളിന്റെ സമയത്ത് ജെയ്സി എത്താത്തൊരു പ്രശ്നം തരും. നമ്മൾ കളിക്കുന്ന സമയത്തുള്ള പ്രശ്നം ഞാൻ കളിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ജെയ്സിന്റെ സൈസ് മാറിപ്പോകും. ടീമിൽ ആർക്കെങ്കിലും ഒക്കെ സൈസ് മാറിയിട്ടാണ് കിട്ടുക. നമ്മൾ പേരൊക്കെ വെച്ച് അടുപ്പിക്കുമ്പോൾ അന്നത്തെ സമയത്ത് നമ്മൾ കളിക്കുന്ന സമയത്ത് ഇത്രമാത്രം നമ്മൾ ഫറൂഖ് കോളേജിലുള്ള സമയത്തൊന്നും ഇത്ര സ്റ്റിച്ചിങ് യൂണിറ്റുകളില്ല.
അപ്പോൾ ഒന്നുകിൽ സൈസ് മാറും, ഇല്ലെങ്കിൽ കളർ മാറും, ഇല്ലെങ്കിൽ ഡിസൈൻ മാറും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചൊറുണ്ടാവും, അല്ലെങ്കിൽ കളി തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ജെയ്സി എത്തുക. ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ ഒരുപക്ഷെ എനിക്കറിയാം, നിങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾ കളിച്ച ആളുകളാണ്. എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കളിയിൽ? നമുക്ക് 14 വർഷത്തെ 14 വർഷം കളിച്ച എക്സ്പീരിയൻസ്. പിന്നെ കോച്ചിങ് വേറെ ഉണ്ട്. ഓക്കെ, ഈ 14 വർഷം ഒറ്റ ഗെയിമല്ലല്ലോ കളിച്ചേ. മുസ്തോ ഒരു ഗെയിമല്ലല്ലോ കളിച്ചേ, ജസീം ഒരു ഗെയിമല്ലല്ലോ കളിച്ചേ. ഹാൻഡ് ബോള്, സോഫ്റ്റ് ബോൾ, ബേസ് ബോൾ, ക്രിക്കറ്റ്, ഫുട്ബോള്, ഈ ഗെയിമുകളൊക്കെ കളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഓരോ ഗെയിമിനും നേരത്തെ ജവാദ് പറഞ്ഞു, ഓരോ ഗെയിമിനും സ്പെസിഫിക് ആയിട്ട് ഓരോ മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയൽ, അതായത് ആ ഗെയിമിന് സ്യൂട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ ഇവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. ഞാൻ പല ജേഴ്സി സ്റ്റിച്ചിങ് യൂണിറ്റിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്നാണ് ചോദിക്കല്. പക്ഷേ ഏത് ഗെയിമാണ് അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ ഇതാണെന്ന് പറഞ്ഞു തന്നത് അതായിട്ട് നിങ്ങളാണ് പറഞ്ഞത്. സോ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചെറിയ പൈസക്ക് ജേഴ്സി അടിച്ച് തരാമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നതിൽ 99% ആളുകളും നിങ്ങളെ പറ്റിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ പേര് പറയുന്ന മെറ്റീരിയലിൽ തന്നെ വ്യത്യസ്തമായ ക്വാളിറ്റികളുണ്ട്. സോ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സാധനം തന്ന് നിങ്ങളുടെ അടുത്ത് കുറഞ്ഞ വില എന്ന് പറഞ്ഞിട്ട് അതുമായി കമ്പയർ ചെയ്യുന്ന വലിയ വില വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിയില്ല. സോ വിലയേക്കാൾ കൂടുതൽ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് ക്വാളിറ്റിക്ക് ഫോക്കസ് ചെയ്തിട്ട് അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ നിന്ന് സാധനം എടുക്കുക. അങ്ങനത്തെ ഒരു ടീമിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ഫ്ലൈ ഹൈ എന്ന് പറഞ്ഞ സ്പോർട്സ് വിഎസ്. ഇത് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ താമരശ്ശേരി, കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്ക് അടുത്ത് പൂനൂരിനടുത്തുള്ള ചളിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരുപക്ഷെ ചളിക്കോടുകാർക്കോ കോഴിക്കോടുകാർക്കോ മാത്രമേ ഈ ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഓൾ കേരള എന്നല്ല, ഓൾ ഇന്ത്യ എന്നല്ല, വിദേശത്തേക്ക് പോലും ഇവർ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇവരുടെ നിന്ന് ഇവരുടെ സർവീസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. വിത്തിൻ നോ ടൈം തന്നെ പറയാം, പെട്ടെന്ന് ഇവർ നിങ്ങൾക്ക് എവിടെയാണോ സാധനത്തിൻ്റെ അവിടെ വരെ എത്തിച്ചു തരും, വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ക്വാളിറ്റി. ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട ജേഴ്സിയും ഷോർട്സുകളും മാത്രമേ കൊടുക്കുള്ളൂ? അത് മാത്രമാണോ അവിടെ സ്റ്റിച്ചിങ് ഉള്ളത്? അല്ല, നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന വേറൊരു ഏരിയയാണ് ഈ ടീഷർട്ട്. ഇപ്പോൾ നമ്മളെ സ്ഥാപനങ്ങൾ, അതേപോലെ സൂപ്പർ മാർക്കറ്റുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഇവിടേക്ക് ആവശ്യമായ യൂണിഫോം ടീഷർട്ട്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. മൊറോവർ ഇപ്പോൾ നമ്മൾ കുറേ റെയർ ഗെയിംസ് ഉണ്ട്. ഇപ്പോൾ കുംഫു അങ്ങനത്തെ കുറച്ച് റെയർ ഗെയിംസ് ഉണ്ട്, റഗ്ബി, കുംഫു, ഇങ്ങനത്തത് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ വളർന്നു വരുന്ന ഗെയിമുകളാണ്. ഇങ്ങനത്തെ ഗെയിമുകൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ജേഴ്സി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പാറ്റേൺ എൻ്റെ അറിവിൽ ഇപ്പോൾ നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. എസ്പെഷ്യലി ഈ ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ, ഇതിൻ്റെയൊക്കെ ട്രാക്ക് പാൻറ് നമ്മളെ നോർമൽ ട്രാക്ക് പാൻറ് അല്ല, ഇതിന് വേറെ യൂണീക്ക് ആണ്, വേറെ തന്നെയാണ്, വേറെ മെറ്റീരിയലാണ്, വേറെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ വേറെ തന്നെയാണ്. ഇങ്ങനത്തെ സാധനങ്ങളും, അതായത് ഓരോ ഗെയിമിന് സ്പെസിഫിക് ആയിട്ടുള്ള ജേഴ്സിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ വോളിബോളിന് നമ്മൾ കൊടുക്കുന്ന ജേഴ്സി അല്ല ഫുട്ബോളിന് കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കാം. അപ്പോൾ ഇപ്പം എന്തായാലും പറഞ്ഞു, ഓണത്തിനിടയ്ക്ക് ചെറിയൊരു പുട്ട് കച്ചവടം. ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഇൻ്റർവ്യൂസ് ഒക്കെ ചെയ്യാൻ, ഇപ്പോൾ അനസ്കാനൊക്കെ നമ്മൾ കണ്ടല്ലോ, ഈ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സ്റ്റാൻഡേർഡ് ടീഷർട്ട്, അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ നമ്മൾ കോച്ചിങ് കൊടുക്കുമ്പോൾ നമ്മളെ മൈ ഗെയിമിൻ്റെ നല്ല കിടിലൻ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള, ഇപ്പോൾ സാധാരണ നമ്മളെ ലോഗോ ഒക്കെ എങ്ങനെ ഉണ്ടാകും അറിയാം, നിങ്ങളിത് സ്റ്റിച്ച് ചെയ്ത് അല്ല ഇത് സബ്ലിമേഷൻ ചെയ്ത് കൊടുക്കുകയാണല്ലോ ചെയ്യുക. ഇപ്പം എനിക്കിതാ ഈ ഒരു മൈക്ക് നിൽക്കുന്നുണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനത്തെ സാധനം നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് തരാൻ പറ്റും. നമുക്ക് എംബ്രോയിഡറി ചെയ്താൽ മതി. എംബ്രോയിഡറി അല്ലാതെ വേറെ പിന്നെ PPF ഒക്കെ ഉണ്ട്. PPF എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഇന്ത്യന്റെ ഒക്കെ ജേഴ്സിയിൽ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഫൈബറും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോലെയൊക്കെ തോന്നുന്നു. അത് PPF ആണ് ശരിക്കും. ആ മെറ്റീരിയലിന്റെ പേര് PPF എന്നാണ്. അത് സെപ്പറേറ്റ് നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്കർ ചെയ്യാണ് ചെയ്യുക. പക്ഷെ അതിന് മിനിമം ക്വാണ്ടിറ്റി ഉണ്ട്, അതാണ് അതിന്റെ പ്രശ്നം. 500 പീസ് എങ്കിലും എടുക്കുകയാണെങ്കിൽ മാത്രമേ അതിന് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അതെങ്ങനെ? ഇപ്പൊ ഞാൻ 500 പീസ് എനിക്ക് മൈ ഗെയിമിന് 500 പീസ് വേണം, അങ്ങനെയെങ്കിൽ അത് എങ്ങനെയാണ് അത് ജേഴ്സിമ വെക്കുക? അത് എങ്ങനെ, നമ്മളിപ്പോ DTF ചെയ്യുന്ന പോലെ തന്നെ, സ്റ്റിക്കർ പ്രിന്റ് ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ ബാക്കിൽ ഗം ഉണ്ടാവും. അത് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ വഴി ഫ്യൂസ് ചെയ്ത് കയറ്റുക ചെയ്യുക. ഓക്കെ, അപ്പൊ അതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ എംബ്രോയിഡറി ചെയ്ത് തരും. അപ്പോൾ മൈ ഗെയിമിന് ഇവര് ഒരു എത്രണ്ണം തരും? കാര്യങ്ങൾ നടക്കട്ടെ അല്ലേ? ഓക്കെ, മൈ ഗെയിമിന് എത്രണ്ണം തരും? എത്രയും തരും. ഓക്കെ, അപ്പൊ ഇവരെ മൈ ഗെയിമിന് വേണ്ടിയിട്ട് ഇവർ തരുന്ന ജേഴ്സി ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അതിന്റെ ക്വാളിറ്റി എന്താന്ന് സത്യസന്ധമായിട്ട് പറയും. അത് നിങ്ങളെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാം. നമുക്ക് പറ്റിയിട്ടില്ല എന്ന് പറയും. ഓക്കെ, കാരണം നമ്മൾ ഒരാളെ പൈസ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സർവീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നിങ്ങൾ കൊടുക്കുന്ന സാധനം അത്ര ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഉറപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ ഇത്രയും
നല്ല ക്വാളിറ്റിയിലാണ് സാധനങ്ങൾ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കൊടുത്ത ഏതെങ്കിലും നല്ല ടീമിന് കേരളത്തിലെയോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള നല്ല ടീമിന് കൊടുത്ത ഏതെങ്കിലും പേര് പറയാനുണ്ടോ? ഒരുപാട് ടീമുകൾക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതില് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറ്റ് ഒരു ഐ ലീഗ് കളിക്കുന്ന ക്ലബ്ബാണ്, അവർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വോളിബോളില് കാലിക്കറ്റ് ഹീറോസിൻ്റെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ നെറ്റ്ബോൾ കേരള ടീം, നെറ്റ്ബോൾ ഇന്ത്യൻ ടീമിനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. KTU അങ്ങനെ യൂണിവേഴ്സിറ്റികളായിട്ട് കോൺട്രാക്റ്റുകൾ നിലവിലുണ്ട്. നമ്മളൊരു ഉദ്ഘാടനമൊക്കെ നടത്തിയപ്പോൾ അങ്ങോട്ട് മാറിയതാണെങ്കിലും നമുക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. 3 വർഷത്തോളമായി നമ്മളവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു 3 വർഷത്തിനടക്കാണ് ഇത്രയും ടീമുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സിന്റെ ഫുൾ ഡീറ്റെയിലോ ആർക്കൊക്കെയാണ് ചെയ്തതെന്ന് അറിയണമെങ്കിലും നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് വിസിറ്റ് ചെയ്താൽ മനസ്സിലാവും. അതിൽ ഓൾറെഡി ഫ്ലൈ ഹൈ സ്പോർട്സ് വെയർ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ വിസിറ്റ് ചെയ്താൽ നമ്മളെ ഫുൾ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിന്റെ മുന്നേ നമ്മൾ നേരത്തെ അനൻസ്ക നിങ്ങളോട് അനൗൺസ് ചെയ്തിട്ടുള്ള ആ ഗിവ് കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും നല്ല അക്കാഡമി ഉണ്ടെങ്കിൽ ഇവരുടെ ക്വാളിറ്റി ഉള്ള ജേഴ്സി കിട്ടാൻ യോഗ്യമായിട്ടുള്ള ആളുകളായി നിങ്ങൾക്ക് മാറാം. സോ പറഞ്ഞതുപോലെ തന്നെ ഫ്ലൈ ഹൈയും അതുപോലെ തന്നെ മൈ ഗെയിം എന്നുള്ള നമ്മളെ ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്ത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊരു കമൻറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഗിവ് അവേ നിങ്ങൾക്ക് നേടാം. സോ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ജേഴ്സിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ പുതിയ ട്രയൽ അപ്ഡേറ്റ്സ്, ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.